ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 PSC ചോദിച്ച ആനുകാലിക വിഷയങ്ങളാണ്, കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ 2024 നമുക്കറിയാം ഇനിയും ഒരുപാട് എക്സാംസ് നമുക്ക് വരാനുണ്ട്. അപ്പോൾ 2024 PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു വസ്തുതകൾ, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ PYQ സീരീസ് നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് എല്ലാ വീഡിയോസും. നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് ഓരോരോ സബ്ജക്ട്സ് കവർ ചെയ്ത് എവിടെ നിന്നൊക്കെയാണ് PSC ചോദിക്കുന്നത്, അതിൻ്റെ സോഴ്സ് അടക്കമുള്ള ഫാക്ട്സ് നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ പഠനത്തിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി വരുന്ന എല്ലാ PSC എക്സാമുകൾക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആവുന്ന, നമുക്കറിയാം കറണ്ട് അഫെയർസ് ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിട്ടുണ്ട് അല്ലേ. അപ്പം എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പിന്നെ നമ്മൾ എടുക്കുന്ന PYQ സീരീസിൻ്റെ ഒക്കെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. യൂട്യൂബ് ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. സോ ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? ഓപ്ഷൻ എ ആശാ ശോഭന, സജന സജീവൻ, മിന്നുമണി, രേഖ ശർമ്മ. ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി മിന്നുമണി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ബി ഹീരലാൽ സമരിയാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെങ്കിലാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇനി കേരളത്തിൻ്റെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരളത്തിൻ്റെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി ഹരിനായർ എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ഹരി ഹീരാലാൽ കുറച്ച് സിമിലർ ആയിട്ടുള്ള വാക്കുകളാണ്. ഒന്ന് ഇന്ത്യയുടെയാണ് ഹീരാലാൽ സമരിയ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരളത്തിൻ്റെ വി ഹരിനായർ ആണെന്നുള്ളൊരു ഫാക്റ്റും കൂടെ അതും ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ദ പ്രസന്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. രാജീവ് കുമാർ, ടി സ്വാമിനാഥൻ, സുശീൽ ചന്ദ്ര, RK ത്രിവേദി. ആരാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ നമ്മൾ കറണ്ട് അഫെയർ ആണ് പഠിക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട്, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ രാജീവ് കുമാർ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അദ്ദേഹം അല്ലാണ്ട് ഇലക്ഷൻ, നമുക്കറിയാം ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു 3 അംഗ കമ്മീഷനാണ് അല്ലേ. മെയിനായിട്ട് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, അതുകൂടാണ്ട് 2 ഇലക്ഷൻ കമ്മീഷണർമാർ കൂടെ ഉണ്ടാവും. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ശ്രീ രാജീവ് കുമാർ എന്ന് പറയുന്നത്. 2 ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ഗ്യാനേഷ് കുമാർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റീസെൻ്റായിട്ട് ചേഞ്ചസ് വന്നിട്ടുള്ള ആൾക്കാരാണ്. ശ്രീ ഗ്യാനേഷ് കുമാറും ഡോക്ടർ സുബീർ സിംഗ് സന്ധു ആണ് 2 ഇലക്ഷൻ കമ്മീഷണർമാർ എന്ന് പറയുന്നത്. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ, ഇലക്ഷൻ കമ്മീഷണർമാർ ഗ്യാനേഷ് കുമാറും സുബീർ സിംഗ് സന്ധു ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തഋഷി എന്ന പദം ഇന്ത്യയുടെ ബഡ്ജറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ. 2023-24 യൂണിയൻ ബഡ്ജറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 2024-25 ബഡ്ജറ്റ് ഫെബ്രുവരിയിൽ ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ഓൾറെഡി പ്രസൻറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ബഡ്ജറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കറിയാം 2024-25, അതായത് ഈ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇൻറ്റരിയം ബഡ്ജറ്റാണ് അല്ലേ, ഇടക്കാല ബഡ്ജറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഈ വർഷം ലോക്സഭ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഒരു ഇൻറ്റരിയം ബഡ്ജറ്റ്, ഇടക്കാല ബഡ്ജറ്റ് താൽക്കാലികമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി പുതിയ ഗവൺമെൻറ് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ മുഴുവൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം ഇൻറ്റരിയം ബഡ്ജറ്റ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ നമ്മുടെ ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. എല്ലാവർക്കും അറിയാവുന്ന ഫാക്റ്റാണ്.
അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലാണ് 23-24 ബഡ്ജറ്റിലാണ് സപ്തഋഷി എന്ന് പറഞ്ഞൊരു പദം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 7 പ്രയോറിറ്റീസ് ഏതൊക്കെയാണ്, 7 ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്ത എന്ന് പറയുമ്പോൾ 7 ആണല്ലേ, ഏതൊക്കെയാണ് അതിൽ വരുന്ന 7 കാര്യങ്ങൾ എന്നുള്ളതും മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ടേംസ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ, യൂത്ത് പവർ, ഫിനാൻഷ്യൽ സെക്ടർ, ഗ്രീൻ ഗ്രോത്ത്, അൺലീഷിംഗ് ദ പൊട്ടൻഷ്യൽ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെയാണ് 7 എണ്ണം വരുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ വികസനം എല്ലാവരിലേക്കും എത്തിക്കുക, സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, ഹരിത വികസനം, യുവശക്തി, സാമ്പത്തിക രംഗം. അപ്പോൾ ഇത്രയുമാണ് 7 പ്രയോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടുപരിചയം ഉണ്ടാവുക. ഇതല്ലാത്തൊരു ഫാക്ടർ ചിലപ്പോൾ ഓപ്ഷനിൽ മുന്നേ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നിർമ്മല സീതാരാമനാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി 24-25 നമ്മൾ പറഞ്ഞു ഇടക്കാല ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് ആർട്ടിക്കിൾ ഏതാണ്? 112 ബഡ്ജറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ 24-25 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ വികസിത ഭാരത് എന്നൊരു ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റ്. വികസിത ഭാരത് ഏത് വർഷമാകുമ്പോഴത്തേനും 2047 ആകുമ്പോഴത്തേനും. അപ്പോൾ അതിൻ്റെ റീസൺ അറിയായിരിക്കുമല്ലോ. 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 2047 വരെയാണെങ്കിൽ 100 വർഷം തികയും അല്ലേ. അപ്പോൾ ആ വർഷം വരെ നമ്മളിപ്പോൾ അമൃത് കാലമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു പുതിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു വിഷൻ മുന്നോട്ട് വയ്ക്കുന്നതാണ് വികസിത് ഭാരത് ബൈ 2047. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ബഡ്ജറ്റിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ആശയമാണ്. പിന്നെ ഒരു യുവിൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. യുവിൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ യുവിൻ പ്ലാറ്റ്ഫോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാക്സിനേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നടക്കുന്നുണ്ട് അല്ലേ. ഇന്ദ്രധനുഷ് അതിൻ്റെ 1, 2, 3, 4 പല സ്റ്റേജസ് ആയിട്ട് അതിൻ്റെ ഓരോരോ വേർഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയതായി രൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യുവിൻ പ്ലാറ്റ്ഫോം. കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് കോവിൻ പ്ലാറ്റ്ഫോം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ യുവിൻ പ്ലാറ്റ്ഫോം ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാം. പ്രതിരോധ കുത്തിവയ്പ്പ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യുവിൻ പ്ലാറ്റ്ഫോം രാജ്യത്തുടനീളം അതിവേഗം വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിനിടയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി ചോദിക്കാറുള്ള മറ്റൊരു മേഖലയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഇൻകം വരുന്നത് എവിടെ നിന്നാണ്, ഏറ്റവും കൂടുതൽ ചെലവ് എവിടേക്കാണെന്നുള്ളതൊക്കെ. അപ്പോൾ 24-25 ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലാഭം അല്ലെങ്കിൽ ഇൻകം ഏറ്റവും കൂടുതൽ വരുന്നത് കടം വാങ്ങിച്ചിട്ട് അങ്ങനെയുള്ള ഇതിൽ നിന്നാണ്. ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്നാണ് 28% ഇന്ത്യക്ക് വരുമാനം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഏതാണെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഏതാണെന്നുള്ളത് ഓർഡർ ചെയ്യാൻ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കാനുണ്ട്. അതിനുശേഷം ഇൻകം ടാക്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടാണ്. അതിനുശേഷം ഇൻകം ടാക്സ് ആണ്. അതിനുശേഷമാണ് GST വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് 19%, GST 18%. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ അതിനുശേഷമാണ് കോർപ്പറേഷൻ ടാക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 1-2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. 28% കടമെടുത്തിട്ടാണ്. അതിനുശേഷം ഇൻകം ടാക്സ് 19, GST 18, കോർപ്പറേഷൻ ടാക്സ് 17. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ചിലവ് എന്തിനാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടാണ് പൈസ ഉണ്ടാക്കണതില്ലേ. അപ്പോൾ അതിനൊക്കെ ഇൻട്രസ്റ്റ് അടയ്ക്കണ്ടേ, പലിശ അടയ്ക്കണം അല്ലേ. സോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിന് വരുന്നത് 20%. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിന് വരുന്നത് 20%. അതുപോലെ തന്നെ 20% വരുന്ന മറ്റൊരിതാണ് സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസിനും 20% ചിലവാകുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിന് 20%, സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസിനും 20% വരുന്നത്. പിന്നെ ഇങ്ങനെ ഇതിന് ഓരോന്നിനും എടുത്ത് ചോദിക്കാറുണ്ട്. ഡിഫൻസിനൊക്കെ മുന്നേ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ആയാലും ഡിഫൻസിന് 8%. ഓക്കെ, ഡിഫൻസിന് 8%. അതുപോലെ പെൻഷന് 4%. ഓക്കെ, അപ്പോൾ ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വസ്തുത കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. 100 മുതൽ 106 വരെയുള്ള അമെൻമെൻറ്റ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കമുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമുകളൊക്കെ ചോദിക്കുന്ന ഒരു പോർഷനാണ് ഈ നാരി ശക്തി വുമൻ റിസർവേഷൻ ബില്ലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ലോക്സഭ പാസാക്കിയത്, രാഷ്ട്രപതി ഒപ്പുവെച്ചത്, എല്ലാ ഡേറ്റ്സും
ഡേറ്റ്സും അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഏത് അമെൻമെൻ്റ് ആണെന്നുള്ളത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അതും ചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. 106 ഭേദഗതിയാണ്. നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. നാരി ശക്തി അധിനിയം എന്ന് തെറ്റി എഴുതരുത്, വദൻ അധിനിയം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പോൾ ചന്ദ്രയാനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ചന്ദ്രയാൻ 3 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ISROയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചന്ദ്രയാൻ 3 ഒരു വിജയ ദൗത്യമായതുകൊണ്ട് 1നെയും 2നെയും കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷനും പഠിച്ചിരുന്ന് പോയാൽ നല്ലതാണ്. അതും ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകളിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഡേറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണോ? എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ ഡേറ്റ്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആദരസൂചകമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 23 ഇനി തൊട്ടുള്ള വർഷങ്ങളിൽ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് 23. അപ്പോൾ അന്നാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപമാണ് ലാൻഡ് ചെയ്തത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ധ്രുവ എന്നുള്ളത് ദക്ഷിണ ധ്രുവമാണ്. കാരണം ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ സേഫ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. മുന്നേ അമേരിക്കയൊക്കെയാണ് ആദ്യം എത്തുന്നത്. ഓക്കെ, 4ാമത്തെ രാജ്യമാണ്. ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ്. ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. 2023 ഓഗസ്റ്റ് 23 അപ്പോൾ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം എന്ന് പറയുന്നത്. ജൂലൈ 14 എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്. ഓഗസ്റ്റ് 5 എന്നുള്ള ഫാക്ടറും ശരിയായിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കുറച്ച് വസ്തുതകളൂടെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ പോലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും വിക്ഷേപണം 2023 ജൂലൈ 14. വിക്ഷേപണ വാഹനം ഇതും ചോദിച്ചിട്ടുണ്ട്. വിക്ഷേപണ വാഹനം LVM-3 M4 ആണ്. LVM-3 ഇമ്പോർട്ടൻ്റ് ആണ്. LVM-3 M4 ആണ് വിക്ഷേപണ വാഹനം. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങുന്നത്. വിക്രം ലാൻഡർ ഇറങ്ങിയ ഒരു സ്ഥലത്തിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ശിവശക്തി പോയിന്റ് ആണ്. ഓക്കെ, ഏത് പോയിന്റാണ്? ശിവശക്തി. ലാൻഡ് ചെയ്യുന്നതിന് ശേഷം പേര് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ശിവശക്തി. അപ്പോൾ ലാൻഡറിൻ്റെ പേര് വിക്രമാണെന്ന് മനസ്സിലായല്ലോ. ലാൻഡറിൻ്റെ പേര് അതും ചോദിക്കാറുണ്ട്. ചന്ദ്രയാൻ 2 ആയാലും ചന്ദ്രയാൻ 3 ആയാലും ലാൻഡറിൻ്റെ പേരും റോവറിൻ്റെ പേരും ഒക്കെ സെയിം ആണ്. ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നു അല്ലേ. 1 സക്സസ് ആണ്, 2 പരാജയമായിരുന്നു. 2ൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് 3 ചെയ്തേക്കുന്നത്. ലാൻഡറിൻ്റെ പേരാണ് വിക്രം, റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. പലർക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എലമെൻറ്റ് ഡിറ്റക്റ്റഡ്. അപ്പോൾ ഇത് റീസെൻ്റ് ആയിട്ട് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ഒരു ഫാക്ടറും കൂടിയാണ്. ഏത് എലമെൻ്റാണ് ചന്ദ്രനിൽ ചന്ദ്രയാൻ 3 വഴി ഡിറ്റക്റ്റ് ചെയ്തേക്കുന്നത്? സൾഫറാണ്. അപ്പോൾ ഓക്സിജൻ, ഹൈഡ്രജൻ അങ്ങനെ പല എലമെൻറ്റും ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. സൾഫർ എന്നുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ആദ്യ രാജ്യമാണ് ഇന്ത്യ. ലാൻഡിങ്ങിന് ശേഷം ആദ്യ സന്ദേശം ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ U2 എന്നാണ്. ലാൻഡിങ്ങിന് ശേഷമുള്ള സന്ദേശമാണ് പറയുന്നത്. ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ U2. ലാൻഡറിൻ്റെ പേര് വിക്രം, റോവറിൻ്റെ പേര് പ്രഗ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് ആണ്. അപ്പോൾ ചന്ദ്രയാനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ISROൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചന്ദ്രയാനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേലോഡ്സിൻ്റെ പേരുകൾക്കൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ അത് നല്ലതാണ്. ഇപ്പോൾ ലാൻഡർ പേലോഡ്സ് ഏതൊക്കെയാണ്, റോവർ പേലോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ലാൻഡർ പേലോഡ്സ് പ്രധാനമായിട്ടും 3 എണ്ണമാണ് വരുന്നത്. ചെസ്തേ, ILSA, LP എന്ന് പറഞ്ഞ് പ്രധാനമായിട്ടും 3 ഇന്ത്യ നിർമ്മിക്കുന്നതാണ്. അതല്ലാണ്ട് അമേരിക്കൻ നാസ നിർമ്മിതമായിട്ടുള്ള ഒരു ലാൻഡർ
പേലോഡ് ഒരു പാസീവ് ലേസർ ആയിട്ടുള്ള പാസീവ് ലേസർ റെട്രോ റിഫ്ലക്റ്റർ അറേ ഫ്രം നാസ. അപ്പോൾ ഇങ്ങനെ 4 ലാൻഡർ പേലോഡ്സ് ആണ് വരുന്നത്. റോവർ പേലോഡ്സ് 2 വരുന്നത്, APXSഉം LIBSഉം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ചന്ദ്രയാൻ 3ൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ചിലവ് മുന്നേ ചോദിച്ചിട്ടുണ്ട്, എത്രയാണ് എക്സ്പെൻസ്. ടോട്ടൽ എക്സ്പെൻസ് 615 കോടിയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു റേഞ്ച് ആലോചിച്ച് വയ്ക്കുക. 615 കോടി ചിലവ് വഹിച്ചിട്ടാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പേലോഡുകളുടെ പേര് RAMBHA, അപ്പോൾ ലാൻഡർ പേലോഡ്സുകളുടെ പേര് RAMBHA, ചസ്തേ, ILSA, LRA. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പേലോഡ്സിൽ ഉൾപ്പെടാത്തത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലാൻഡർ പേലോഡ്സ് ആണ് ഇത്രയും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഓരോന്നിൻ്റെയും ഫംഗ്ഷൻസ് ഒക്കെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരൊന്ന് വായിച്ച് പോവുകയാണെങ്കിൽ നല്ലതാണ്. ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം റോവർ പേലോഡ്സ് ഇതുപോലെ 2 LIBS, APXS, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പും ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്ററും. അപ്പോൾ ഓരോന്നിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ടു ഡിറ്റർമിൻ ദ എലമെൻ്റൽ കമ്പോസിഷൻ ഓഫ് മെഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, കാൽസ്യം, പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ് ഒരെണ്ണം ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പേരായിട്ട് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണ് ഷെയ്പ്പിൻ്റെ എക്സ്പാൻഷൻ നോക്കി വെച്ചാൽ നല്ലതാണ്. സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്, ഷെയ്പ്പ്. ഓക്കെ, അപ്പോൾ പേലോഡ്സ് ഇത്രയെണ്ണമാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ, ചന്ദ്രയാനെ കുറിച്ചിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇമേജസ് ഒക്കെ ആയിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സൾഫറിൻ്റെ ഡിറ്റക്ഷനൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ചന്ദ്രയാൻ്റെ സയൻസ് റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. LIBS ആണ് കൺഫേം ചെയ്തത്, ദ പ്രസൻസ് ഓഫ് സൾഫർ ഓൺ ദി ലൂണർ സർഫസ് ത്രൂ അൺആംബിഗ്യുവസ് ഇൻസിറ്റു മെഷർമെൻറ്റ്സ് എന്നൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സൾഫർ മുന്നേ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരോ പേലോഡുകളുടെ പേരുകൾ ചോദിച്ചിട്ടുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ISRO തന്നെ ചന്ദ്രയാൻ 3ൻ്റെ ബ്രോഷർ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. LMV നമ്മൾ പറഞ്ഞു, വെഹിക്കിൾ നെയിം ഒക്കെ പറഞ്ഞല്ലേ, LVM3 M4 ചന്ദ്രയാൻ 3 മൂൺ മിഷൻ. അപ്പോൾ ഇതിന് മുന്നേ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2. അപ്പോൾ ചന്ദ്രയാൻ 1 എന്ന് പറയുമ്പോൾ 2008 ഒക്ടോബർ 22 വിക്ഷേപിക്കുന്നത് അല്ലേ. ചന്ദ്രയാൻ 1 ഒരു സക്സസ് ആയിരുന്നു. ചന്ദ്രയാൻ 2 2019 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ മലയാളിയും കൂടി ആയിട്ടുള്ള S സോമനാഥാണ്. നമ്മൾ പറഞ്ഞ പോലെ ലാൻഡർ പേലോഡ്സ് ആണ് RAMBHALP, ലാങ്മ്യൂർ പ്രോബ്, ചസ്തേ ചാന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ILSA എന്തിനാണ്, APXS, LIBS. ഓക്കെ, പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ പേര് ഷെയ്പ്പ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ബ്രോഷറൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ISROൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഓരോ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള ISROൻ്റെ മിഷൻസിൻ്റെ ഒരു ടൈം ലൈൻ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ടൈം ലൈനിൽ നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐഡിയ കിട്ടും 2024 ഏതൊക്കെ മിഷനാണെന്നുള്ളത്. അപ്പോൾ ഈ വെഹിക്കിൾ നെയിമും ആ ഡേറ്റും ഒക്കെ, ഇപ്പോൾ 1-ാം തീയതി 2024 ഉള്ള മിഷൻ്റെ പേരെന്താണ്, ഏത് മിഷനാണ്, XPOSAT മിഷനാണ്, അതിൻ്റെ വെഹിക്കിൾ നെയിം എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ജാനുവരി 1-ാം തീയതി, ഇപ്പോൾ 2024 നമുക്ക് ഒറ്റ മിഷനാണ് പഠിക്കാനുള്ളൂ. ഓക്കെ, PSLV C58 ആണ്. ഓക്കെ, PSLV C58 ആണ് 2024 ജാനുവരി 1-ാം തീയതി. XPOSAT ആണ്. മിഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ തന്നെ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഗഗൻയാൻ 2023 നമുക്ക് പഠിക്കാനുള്ളത് ഗഗൻയാൻ മിഷൻ ഒക്ടോബർ 21, 2023. അതുപോലെ PSLV 57 ആദിത്യ L1. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സൂര്യനിലേക്കുള്ള മിഷൻ ആയതുകൊണ്ട് ആദിത്യ L1 മിഷൻ്റെ പേര്, വെഹിക്കിൾ നെയിം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് സെപ്റ്റംബർ 2, 2023 PSLV C57. അപ്പോൾ നമ്മൾ PSLV C58 എന്തിനാന്ന് പറഞ്ഞത്, XPOSAT ആണല്ലേ. അത് 2024 ആദ്യത്തെ മിഷൻ, ജാനുവരി 1-ാം തീയതി തന്നെ. ആ മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഓരോരോ മിഷൻ, ചന്ദ്രയാൻ 3 മിഷൻ നമ്മൾ പറഞ്ഞു, LVM-3 M4 വെഹിക്കിളിനെയും, അതുപോലെ DSSR മിഷൻ PSLV-C56 ആണ് ജൂലൈ 30 വിക്ഷേപിക്കുന്ന, അതുപോലെ NVS-1 മിഷൻ. ഓരോരോ മിഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ടെലോസ് മിഷൻ, PSLV-C55 മിഷൻ, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഓട്ടോണമസ് ലാൻഡിംഗ് മിഷൻ, വൺവെബ് ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മിഷനാണ്. മാർച്ച് 26, 2023 വൺവെബ് ഇന്ത്യ 2, വൺവെബ് ഇന്ത്യയുടെ 2 ആണ്, 1 ഉണ്ട് 2 ഉണ്ട്, 2 മിഷൻ മാർച്ചിലാണ്. LVM-3 M3 ആണ്. നമ്മളിപ്പം ചന്ദ്രയാൻ പറഞ്ഞപ്പോൾ LVM-3 M4 ആണല്ലേ, അപ്പോൾ LVM-3 M3 ആണ് വൺവെബ് മിഷൻ. അപ്പോൾ ഇത്രയും ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു സൈറ്റിൽ ഇപ്പോൾ ആദിത്യനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം, സണ്ണിൻ്റെ മിഷനൊക്കെ ആയതുകൊണ്ട് ചന്ദ്രയാനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ബാക്കിയുള്ളതിൻ്റെ ലോഞ്ചിങ് മിഷൻ്റെ പേര്, ജസ്റ്റ് ഒരു ഡേറ്റ്, അതിൻ്റെ വെഹിക്കിൾ നെയിം ഒക്കെ പഠിച്ചു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്നുള്ളതാണ്. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ അദ്ദേഹത്തോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമ്മൾ ടെലഗ്രാമിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ 150-ാം ജന്മവാർഷികം കൂടി ആയതുകൊണ്ട് അതല്ലെങ്കിൽ നമുക്ക് കേരള നവോത്ഥാനത്തിൽ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവോത്ഥാന നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ചിറയിൻകീഴ് താലൂക്കിൽ വക്കത്താണ് 1873. അപ്പോൾ 150 വർഷമായി എന്ന് പറഞ്ഞല്ലോ. 1873 ജനിക്കുന്നത്. 1905 സ്വദേശാഭിമാനി പത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ളതാണ്, 1905 സ്വദേശാഭിമാനി പത്രം പുറത്തിറക്കുന്നത്. അപ്പോൾ പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അല്ല. ഓക്കെ, ആദ്യത്തെ എഡിറ്റർ അദ്ദേഹമല്ല. അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം ആദ്യം ആരംഭിക്കുന്നത്. ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത് CP ഗോവിന്ദപിള്ളയാണ്. ഓക്കെ, ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയല്ല, CP ഗോവിന്ദപിള്ളയാണ് ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് തിരുവനന്തപുരത്തേക്ക് സ്വദേശാഭിമാനിയുടെ കേന്ദ്രം മാറുന്നുണ്ട്. 1906 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അപ്പോൾ ആ പത്രത്തിൽ പ്രവർത്തിച്ചതോട് കൂടിയിട്ട് K രാമകൃഷ്ണപിള്ള എന്നുള്ള പിന്നെ അദ്ദേഹമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം ഇന്നത്തെ രാഷ്ട്രീയ കണ്ടീഷനൊക്കെ എതിരെ വളരെയധികം പോരാടി, അവർ തൂലിക പടവാളാക്കി എന്നൊക്കെ പറയില്ലേ. ഈ ഒരു പത്രത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നതാണ് ഇതിൻ്റെ ആപ്തവാക്യം. ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും അഴിമതിനെ കുറിച്ചും സർക്കാരിനെ വിമർശിച്ചുകൊണ്ടൊക്കെ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പത്രം കണ്ടുകെട്ടാണ് ഉണ്ടായതല്ലേ. അപ്പോൾ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1910 സെപ്റ്റംബർ 26 പത്രം കണ്ടുകെട്ടിയിട്ട് അതിൻ്റെ എഡിറ്ററായിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയാണ് ഉണ്ടായത്. ഇനി വക്കം മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുസ്ലിം മാസിക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. അടുത്തത് താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ PSC ഇപ്പോൾ റീസെൻ്റായിട്ട് മരിച്ചിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ട് വിയോഗങ്ങൾ, ആ ഡേറ്റ് അടക്കമുള്ള ഫാക്ട്സ്, അത് അവരുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ അല്ലെങ്കിൽ മറ്റു വസ്തുതകളൊക്കെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചിട്ട് ഇവിടെ ചോദ്യം വന്നേക്കുന്നത്. 1988 സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത, കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി, അന്തരിച്ചത് 2023 നവംബർ 22. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 1988 സുപ്രീം കോടതിയിൽ ആദ്യ വനിതാ ജഡ്ജിയായി എന്നുള്ളത് ശരിയാണ്. 88 അത് 89. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത എന്നുള്ളത് ശരിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അന്തരിച്ചത് 2023 നവംബർ 23 അപ്പോൾ നമ്മൾ ഏകദേശം ഫാക്ട്സ് പഠിച്ചാൽ പോലും നമുക്ക് കിട്ടില്ല. നമ്പറുകളൊക്കെ ചെറിയ രീതിയിലടക്കം വ്യത്യാസപ്പെടുത്തി ചോദിച്ചുള്ളത് കൊണ്ട് വളരെ വൃത്തിയായിട്ട് നമ്മൾ അവർ മരിച്ച ഡേറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പം ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? 2, 3 സോ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അതിനോടനുബന്ധിച്ച് നമുക്ക്
കുറച്ച് വ്യക്തികളെ കുറിച്ച് കൂടെ എന്തായാലും പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഉമ്മൻചാണ്ടി നമുക്കറിയാം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി അദ്ദേഹം മരിച്ചിട്ടുള്ള വിലാപയാത്രയൊക്കെ നമ്മൾ ഒരുപാട് പേര് കണ്ടതാണല്ലേ, ടി വിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കണ്ടതാണ്, ഒരുപാട് പേര് നേരിട്ടും കണ്ടതാണ്. സോ അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് 2023 ജൂലൈ 18 തീയതിയാണ്. ജൂലൈ 18 തീയതിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട വ്യക്തിത്വങ്ങളുടെ പേരുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, MS സ്വാമിനാഥൻ നമുക്കറിയാം, ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, ഒരുപാട് അവാർഡ്സ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി MS സ്വാമിനാഥൻ. ഈ വ്യക്തിയെക്കുറിച്ച് പഠിക്കാണ്ട് നമ്മൾ എക്സാമിന് പോകാൻ പാടില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കൂടിയാണ്. 2023 സെപ്റ്റംബർ 28 ഡേറ്റ് സെപ്റ്റംബർ 28 2023 വിയോഗങ്ങളാണ്. സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ. അദ്ദേഹത്തിൻ്റെ 98 വയസ്സിലാണ് മരിക്കുന്നത്. ഓക്കെ, കുറച്ച് പ്രായമായിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ 98, അപ്പോൾ 28, ഒരു 8ൻ്റെ കളിയുണ്ട്. MS സ്വാമിനാഥൻ. പി വത്സല നമുക്കറിയാം 2021 എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. പി വത്സലയുടെ കൃതികളൊക്കെ അതുകൊണ്ട് നോക്കി പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. 2023 നവംബർ 21 തീയതിയാണ് വത്സല 21 തീയതി. ജസ്റ്റിസ് ഫാത്തിമ ബീവി, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടത് 2023 നവംബർ 23. അപ്പോൾ 23 നവംബറാണ് 23, ഇവിടെ 23. അങ്ങനെ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്പേഴ്സൊക്കെ എനിക്ക് ഓർത്തിരിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ കുഞ്ഞു കണക്ഷനൊക്കെ ഇട്ട് പഠിക്കുക. MS സ്വാമിനാഥൻ എത്രയാണ്? 28, 98 വയസ്സിൽ. ഫാത്തിമ ബീവി 23, ഇവിടെയും 23. പി വത്സല 2023 നവംബർ 21. ഉമ്മൻചാണ്ടി 2023 ജൂലൈ 18. അപ്പം നമ്മൾ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ 2023 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചു. 2023 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചു. പിന്നെ ഇവിടെ ആത്മകഥ എന്ന് കൊടുത്തേക്കുന്നത് ആത്മകഥയല്ല, അത് ജീവചരിത്രമാണ്, അങ്ങനെ വായിക്കുക. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പറയുമ്പോൾ അത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക, എന്നാലാണ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള റിലേറ്റഡ് ഫാക്ട്സ് അതിനോടനുബന്ധിച്ചുള്ള വസ്തുതകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതുക, എന്നാലാണ് നിങ്ങൾ പഠിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക, നോട്ട് എഴുതി വെച്ച് പഠിക്കുക. ആത്മകഥയല്ല, ജീവചരിത്രം എന്ന് തിരുത്തി വായിക്കുക. നീതിയുടെ ധീരസഞ്ചാരമാണ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം. അപ്പോൾ ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം എഴുതുന്നത് KT അഷ്റഫാണ്. ആരാണ്? KT അഷ്റഫാണ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം തയ്യാറാക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് M ഫാത്തിമ ബീവി. 1989. ഓക്കെ, 1989 വർഷം ചോദിച്ചത് കൊണ്ട് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇന്ത്യയുടെ ന്യായാധിപ സ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആദ്യത്തെ മുസ്ലിം വനിത എന്ന ബഹുമതിയും ഫാത്തിമ ബീവിക്ക് സ്വന്തമാണ്. ഏഷ്യയിൽ തന്നെ രാജ്യങ്ങളിൽ പരമോന്നത കോടതികളിൽ ഒരു ജഡ്ജായിരിക്കുന്ന വനിത എന്ന ബഹുമതിയുമുണ്ട്. സുപ്രീം കോടതിയിലെ പദവിയുടെ വിരമനത്തിനു ശേഷം ഫാത്തിമ ബീവി മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായും, ഓക്കെ, അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരുന്നു. കൂടാതെ തമിഴ്നാട് ഗവർണറായും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗവർണർ പദവിയിലെത്തിയ ആദ്യത്തെ കേരളീയ വനിത ആരാണ്? ഫാത്തിമ ബീവിയാണ്. തമിഴ്നാട് ഗവർണറായ വർഷം 1997. 97 മുതൽ 2001 വരെയാണ്. അപ്പോൾ മുന്നേ വർഷം ചോദിച്ചതുകൊണ്ട് 97 എന്നുള്ളൊരു വർഷം പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. 2023 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചു. ഇനി മരണാനന്തര ബഹുമതിയായിട്ട് 2024 പത്മഭൂഷണം ലഭിച്ചു. ഓക്കെ, പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക്. എന്നാണ് മരിച്ചത്? നവംബർ 23, 2023. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ചതുകൊണ്ട് പത്മ പുരസ്കാരങ്ങളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ്. ഓക്കെ, 2024 പത്മ പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പത്മ വിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ്. വൈജയന്തിമാല ബാലി. അപ്പോൾ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള നർത്തകിയും അതുപോലെ തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു രീതിയിലാണ്, ആർട്സ് മേഖലയ്ക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. വൈജയന്തിമാല ബാലി, വൈജയന്തിമാല. ഓക്കെ, പിന്നെ ചിരഞ്ജീവി നമുക്കറിയാം, പ്രസിദ്ധമായിട്ടുള്ള സിനിമ ആക്ടറാണ് അല്ലേ ചിരഞ്ജീവി. ഈ വെങ്കയ്യ നായിഡു നമുക്കറിയാം ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയാണ് വെങ്കയ്യ നായിഡു.
അടുത്തത് ബിന്ദുവേശ്വർ പതക്. ബിന്ദുവേശ്വർ പതക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അദ്ദേഹം ഒരു സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടാണ് പത്മ അവാർഡ്, പത്മവിഭൂഷൺ അവാർഡ് നൽകിയേക്കുന്നത്. പത്മ സുബ്രഹ്മണ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതും കൂടിയാണ്, നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പത്മ സുബ്രഹ്മണ്യം തമിഴ്നാട്ടുകാരിയായിട്ടുള്ള ഒരു ഭരതനാട്യം ഡാൻസറാണ്. അപ്പോൾ ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഭരതനാട്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് പത്മ സുബ്രഹ്മണ്യം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ ഭരതനാട്യം നർത്തകിയാണ് പത്മ സുബ്രഹ്മണ്യം. പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വ്യക്തികളാണ് BJP നേതാവായിട്ടുള്ള O രാജഗോപാൽ, ജസ്റ്റിസ് ഫാത്തിമ ബീവി, നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. അപ്പോൾ പത്മഭൂഷൺ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് 2024 മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഗായിക ഉഷ ഉദുപ്പ്. ഓക്കെ, അപ്പോൾ മലയാളികൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി. അപ്പം ഈ ഓരോരുത്തർക്കും ഏത് മേഖലയിലാണ് എന്തുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു, മാച്ച് ഫോളോയിങ് ആയിട്ടും അല്ലെങ്കിൽ ഒരാളുടെ പേരെടുത്തിട്ടൊക്കെ ചോദിക്കാറുണ്ട് പത്മ പുരസ്കാരങ്ങൾ. അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലയിലാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. സദനം ബാലകൃഷ്ണൻ. അപ്പോൾ സദനം ബാലകൃഷ്ണൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ്. സദനം ബാലകൃഷ്ണൻ കഥകളി. EP നാരായണൻ ഏതാർട്ടാണ്? EP നാരായണൻ തെയ്യം കലാകാരനാണ് EP നാരായണൻ. അപ്പോൾ സദനം കഥകളി EP നാരായണൻ തെയ്യമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് പരമ്പരാഗത നെൽ കർഷകനാണ് സത്യനാരായണ ബലരി. അപ്പോൾ അദ്ദേഹത്തിനാണ് അടുത്തത് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. നെൽകർഷകനാണ് സത്യനാരായണ ബലരി. ഭയങ്കര ഗാംഭീര്യമുള്ള പേരാണല്ലേ. കാസർഗോഡ് നെൽകർഷകനാണ് സത്യനാരായണ ബലരി. അരി അങ്ങനെ കണക്ട് ചെയ്യുക, അരി കർഷകൻ. ഓക്കെ, ബലരി അരി. P ചിത്രൻ നമ്പൂതിരിപ്പാട് സാഹിത്യം, മരണാനന്തര ബഹുമതിയായിട്ട് സാഹിത്യത്തിലാണ് P ചിത്രൻ നമ്പൂതിരിപ്പാട്. മുനിനാരായണ പ്രസാദും സാഹിത്യമാണ്. മുനിനാരായണ പ്രസാദ് സാഹിത്യം, ചിത്ര നമ്പൂതിരിപ്പാട് സാഹിത്യം. EP നാരായണൻ എന്താണ്? തെയ്യം. സദനം ബാലകൃഷ്ണൻ കഥകളി. നെൽകർഷകനാണ് ബലരി അരി. നെൽകർഷകനാണ് സത്യനാരായണ ബലരി. ഓക്കെ, ഗായികയായിട്ടുള്ള ഉഷ ഉദുപ്പ്, ജസ്റ്റിസ് ഫാത്തിമ ബീവി, BJP നേതാവായിട്ടുള്ള O രാജഗോപാൽ. പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള 5 പേര്, അവർ ഏതൊക്കെ മേഖല എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28 അദ്ദേഹത്തിൻ്റെ 98ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ആ ഡേറ്റുകളടക്കം ചോദിക്കുന്നത് കൊണ്ടാണ് മരിച്ച ആ ഡേറ്റിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിക്കിപീഡിയ ഒക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്ത 4 ഇവിടെ കൊടുത്തേ ഉള്ളൂ. 1971 മാക്സസെ അവാർഡ്. ഓക്കെ, മാക്സസെ പുരസ്കാരം 1971 MS സ്വാമിനാഥൻ ലഭിച്ചിട്ടുണ്ട്. 1987 വേൾഡ് ഫുഡ് പ്രൈസ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായിട്ട് ലഭിക്കുന്നത് MS സ്വാമിനാഥനാണ്. അതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1987 1987 എങ്ങനെ കുറഞ്ഞു പോവാണ്, 1 എഴുതിയിട്ട് 987 വേൾഡ് ഫുഡ് പ്രൈസ്. 1989 പത്മവിഭൂഷൺ ലഭിച്ചു. 1989 പത്മവിഭൂഷൺ നൽകി. അപ്പം ഇങ്ങനൊരു കണക്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഇന്ത്യക്കാരെ എല്ലാ അവാർഡും, ഫേമസ് ആയിട്ടുള്ള അവാർഡ് വേൾഡ് റെക്കഗ്നീഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ് കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ള പത്മവിഭൂഷൺ, പത്മ അവാർഡ്സ്, ഭാരതരത്നമൊക്കെ ലഭിക്കുന്നത്. അല്ലെങ്കിൽ അവർ മരിച്ചു പോയി കഴിഞ്ഞിട്ടാണ് കൂടുതൽ ലഭിക്കുന്നത്. അങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 87 ഫുഡ് പ്രൈസ്, വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ചതിന് ശേഷമാണ് പത്മവിഭൂഷൺ 1989 ലഭിച്ചിട്ടുള്ളത്. ഭാരതരത്ന അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത് 2024. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം കേരളവുമായിട്ടുള്ള ഒരു കണക്ഷൻ അറിയാൻ വേണ്ടിയിട്ട്, അദ്ദേഹം തമിഴ്നാടുകാരനാണ്. MS സ്വാമിനാഥൻ തമിഴ്നാട്ടിലാണ് ജനിക്കുന്നത്. തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ നിന്നാണ് സുവോളജിയിൽ അദ്ദേഹം ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണല്ലേ. അതുകൊണ്ട് അവിടെ കൊടുത്തതാണ്.
എന്നുള്ളതാണ്. ഇനി 2004 നാഷണൽ കമ്മീഷൻ ഫോർ ഓൺ ഫാമേഴ്സ് NCFന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ കർഷക ആത്മഹത്യകളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങളൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപീകരിക്കുന്നുണ്ട് നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സ്. 2007 മുതൽ 2013 വരെ അദ്ദേഹം രാജ്യസഭയിൽ, ഇപ്പോൾ പാർലമെൻറ്റിൽ അംഗമായിരുന്നു, പാർലമെൻറ്റിൽ അംഗമായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ വെച്ച് 2023 സെപ്റ്റംബർ 28 അദ്ദേഹം മരണമടയുന്നത്. ഓക്കെ, MS സ്വാമിനാഥൻ, ഹരിത വിപ്ലവം, അതല്ലെങ്കിൽ നമുക്ക് ഇക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ ചെറുതന. പഠിക്കാൻ കുറച്ച് ഈസിയാണ് അല്ലേ? ശിശു സൗഹൃദം, ശിശുക്കൾ കുഞ്ഞാണല്ലോ, അപ്പോൾ ചെറുതാണല്ലോ. അപ്പോൾ ചെറുതന ഏത് ജില്ലയിലാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആലപ്പുഴയിലാണ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. ആലപ്പുഴയിലാണ് ചെറുതന. ആലപ്പുഴക്കാർക്ക് ഈസി ആയിരിക്കും, ബാക്കിയുള്ളവർക്ക് ആ സ്ഥലം അറിയുമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ആലപ്പുഴ ചെറുതന. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. അപ്പോൾ നൊബേൽ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നൊബേൽ പ്രൈസ് നമ്മൾ മുന്നേയും കറണ്ട് അഫെയറിൻ്റെ ഒരു ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സിലും ടെലഗ്രാമിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ നൊബേൽ പ്രൈസ് പഠിക്കാണ്ട് നമ്മൾ എക്സാമിന് പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളായിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതൊന്നും കൂടെ റീകളക്ട് ചെയ്തെടുക്കുക. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻ ഡി ഡ്രൂ വെയ്സ്മാൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഒളിമ്പിക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത് 107 മെഡലാണ്. ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നമുക്ക് നോക്കാം, ഇനിയും ചോദ്യങ്ങളുണ്ട്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തത് നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീതി ആയോഗിൻ്റെ ചെയർമാൻ, വൈസ് ചെയർമാൻ, CEO ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ CEO 3 പേരാണ് അല്ലേ? CEO. അപ്പോൾ CEO എന്ന് പറയുമ്പോൾ BVR സുബ്രഹ്മണ്യൻ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക, തെറ്റിപ്പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. BVR സുബ്രഹ്മണ്യൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നരേന്ദ്രമോദിയാണ് നിലവിലെ നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ സുമൻബറിയാണ്. വൈസ് ചെയർമാനും ചോദിക്കാറുണ്ട്, ശ്രീ സുമൻബറിയാണ്. അപ്പം ഇങ്ങോട്ട് മാറിപ്പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് CEO BVR സുബ്രഹ്മണ്യൻ, വൈസ് ചെയർമാൻ സുമൻബറി, ചെയർമാൻ നരേന്ദ്രമോദി. ഓക്കെ, ഇനി വിച്ച് യൂണിവേഴ്സിറ്റി ഇൻ കേരള ഹാസ് ഗിവൺ ലീവ് ആൻഡ് അറ്റൻഡൻസ് ടു ദ സ്റ്റുഡൻസ് ഹു ഡൊണേറ്റ് ബ്ലഡ്? രക്തം ദാനം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റിയാണ് രക്തം ദാനം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് എത്ര സ്വർണ്ണമാണ്? 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. അപ്പം ഈ ഓർഡർ 38 എന്നൊക്കെ മാറി തരുമ്പോൾ നമുക്ക് ആലോചിക്കുക, സ്വർണ്ണം വാങ്ങിക്കാനാണ് ബുദ്ധിമുട്ട് അല്ലേ? ഫസ്റ്റ് വാങ്ങിക്കാനാണ് ബുദ്ധിമുട്ട്, അതുകൊണ്ട് അതാണ് ഏറ്റവും കുറവ്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇനി ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഓക്കെ, 2022-2023 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ചൈനയിലെ, എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷു ഒളിമ്പിക് സ്പോർട്സ് സെൻറ്റർ സ്റ്റേഡിയത്തിലാണ്, ബിഗ് ലോട്ടസും എന്നറിയപ്പെടുന്ന സ്റ്റേഡിയത്തിലാണ് സമാപിച്ചത്. അത്ലറ്റുകളുടെ പരേഡിൽ ഹോക്കി താരം PR ശ്രീജേഷ് ആയിരുന്നു, മലയാളി കൂടി ആയിട്ടുള്ള ഹോക്കി താരമാണ് അല്ലേ? PR ശ്രീജേഷ് ആയിരുന്നു ഇന്ത്യയുടെ പതാക ഏന്തിയത്. ഇന്ത്യയുടെ മെഡൽ പട്ടിക 107, 28 സ്വർണ്ണം, 38 വെള്ളി, 41 വെങ്കലം. അപ്പോൾ ഹോക്കിയിലൊക്കെ ഇന്ത്യൻ പുരുഷ ടീം ഹോക്കിയിൽ സ്വർണ്ണം നേടിയിട്ടുണ്ട്. ജപ്പാനായിരുന്നു എതിരാളികൾ. ഇനി ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചിട്ട് 3 മാസ്കോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഏഷ്യൻ ഗെയിംസിനെ നമുക്കിവിടെ കാണാം, 3 മാസ്കോട്ടുകളുടെ ഇമേജ് കാണാനായിട്ട് പറ്റും. കോങ്, ലിയാൻ ആൻഡ് ചെൻ. അപ്പോൾ 3 സ്പോർട്ടി റോബോട്ടുകളാണ് ഈ മാസ്കോട്ടുകളായിട്ടുള്ളത്. നമ്മൾ കലാകായികം വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഫാക്ട്സ് തന്നെയാണ്. ഒന്നുകൂടി റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്.
അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്പോർട്സ് ഇവൻ്റാണ് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത്. 4 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലാണ്. 1951 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 9ാമത്തെ ഏഷ്യൻ ഗെയിംസും ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ തന്നെയായിരുന്നു 1982. 51, 82 2 തവണയാണ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് വേദിയായേക്കുന്നത്. പിന്നെ ഈ റീസെൻ്റായിട്ട് നടന്ന 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ പ്രത്യേകത ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ കരസ്ഥമാക്കിയതാണ്. 107 മെഡൽ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഏഷ്യൻ ഗെയിംസിലത്തെ ഇന്ത്യയുടെ പെർഫോമൻസ് ആണ്. 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ ചൈനയിലെ ഹാങ്ഷു ആണ്. 3 മാസ്കോട്ട്സ് ആണുള്ളത്, 45 പാർട്ടിസിപ്പൻസ് ആണ്. ന്യൂ സ്പോർട്സ് ഇവൻറ്റ്സ് ഈ സ്പോർട്സും ബ്രേക്ക് ഡാൻസിങ്ങും ബ്രേക്ക് ഡാൻസിൻ്റെ ഒക്കെ ഒരു കാലമാണ്, നമ്മൾ ആവേശത്തിൻ്റെ കാലമാണ്. ആവേശത്തിൽ ഫഫയുടെ ഡാൻസ് ഒക്കെയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ക്ലാസ്സിൽ. സോ ഈ സ്പോർട്സും ഇപ്പം എല്ലാത്തിൻ്റെയും ഈ കാലഘട്ടമായതുകൊണ്ട് ഈ സ്പോർട്സും ബ്രേക്ക് ഡാൻസിങ്ങും പുതിയ ഇവൻറ്റുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്കമിങ് ഇവൻറ്റ്സിൻ്റെ ഏഷ്യൻ ഗെയിംസിൻ്റെ വെന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2027 ജപ്പാൻ, 2030 ഖത്തർ, 2034 സൗദി അറേബ്യ. ഓക്കെ, ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് റെക്കോർഡ് ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ ഈ ഒരു പൊസിഷനാണ്. ഇങ്ങനെ പെർഫോമൻസ് വൈസിൽ ഇന്ത്യ 4ാം സ്ഥാനമാണ്, 4th പൊസിഷനാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നീരജ് ചോപ്ര സക്സസ്ഫുള്ളായിട്ട് ജാവലിൻ ത്രോയിൽ സ്വർണം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇന്ത്യയുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കലാകായിക എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. റീസെൻ്റ്ലി വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഡെവലപ്ഡ് എ മൊബൈൽ ആപ്പ് ടു മോണിറ്റർ ദ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത്, നമുക്കറിയാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലേ, അപ്പോൾ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ് ഒരു മൊബൈൽ ആപ്പ്, ഇപ്പം എല്ലാത്തിനും ആപ്പ് ഇറക്കുന്ന കാലമാണ് അല്ലേ, ആപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് ഏത് സംസ്ഥാനമാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി കർണാടക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ കർണാടക ഡെവലപ്പ് ദ മൊബൈൽ ആപ്ലിക്കേഷൻ ടൈറ്റിൽഡ് MGNREGA M പ്ലാറ്റ്ഫോം. അതേ തൊഴിലുറപ്പ് പദ്ധതിയുടെ M പ്ലാറ്റ്ഫോം എന്നാണ് ആപ്പിന് പേര് നൽകിയിരിക്കുന്നത്. ടു മോണിറ്റർ ഈ ഒരു പരിപാടികളൊക്കെ, തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കർണാടകയാണ് ഇങ്ങനൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ, ഹു ഇസ് ദ പ്രസൻറ്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്? സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് നിലവിൽ ആരാണ്? DY ചന്ദ്രചൂഡാണ് അല്ലേ. DY ചന്ദ്രചൂഡാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സ് ഒക്കെ, ഒരുപാട് എന്താ പറയുക, പ്രഖ്യാപനങ്ങളൊക്കെ, വിധികളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ഇസ് ദ പ്രസൻറ്റ് UPSC ചെയർമാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രസൻറ്റിലെ നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണിയാണ് അല്ലേ. ഓപ്ഷൻ സി മനോജ് സോണി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നിലവിൽ നമ്മുടെ PSC ചെയർമാൻ ആരാണ്? നമ്മളെല്ലാവരും PSC എക്സാമിന് പഠിക്കുന്നവരായിരിക്കും ഈ വീഡിയോ കൂടുതലും കാണുന്നുണ്ടാവുക അല്ലേ. സോ നിലവിലെ PSC ചെയർമാൻ ബൈജു ആണല്ലേ. നിലവിലെ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണെന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കാം. അടുത്തത്, സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. ഓക്കെ, ആദിത്യ L1 എന്നുള്ളതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആദിത്യ L1 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2 എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ 38 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ 38ാം സ്ഥാനമാണ് ഇന്ത്യക്ക് അല്ലേ. അപ്പോൾ 1ാം സ്ഥാനം സിംഗപ്പൂരിനാണ്. ഇനി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ആണെങ്കിൽ അതിൽ 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 42. ഇന്നോവേഷൻ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 42, 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ്. ഇനി സ്വിറ്റ്സർലൻഡിന് തന്നെ 1ാം സ്ഥാനമുള്ള മറ്റൊരു ഇൻഡെക്സും കൂടിയുണ്ട്. അപ്പോൾ 2023 റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചിക
സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2023 റിപ്പോർട്ട് പ്രകാരം ആദ്യ സ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ്. ഇന്ത്യയുടെ സ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്, 134. എത്രയാണ്? 1, 3, 4 മാനവ വികസനം. മനുഷ്യനിങ്ങനെ വികസിക്കുകയാണ്, 1 കഴിഞ്ഞിട്ട് പിന്നെ 3, 4 അങ്ങനെ 3, 4, 5, 6 വിചാരിക്കുക. അപ്പോൾ 1, 3, 4 അടിപൊളി കണക്ഷനൊന്നുമല്ല, എന്നാലും ഒരുപാട് ഇൻഡെക്സ് വരുമ്പോൾ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ പറയാണ്. വികസനം എന്ന് പറയുമ്പോൾ ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ്. 1, 3, 4 രണ്ടില്ല, 1, 3, 4 ഇന്ത്യയുടെ പൊസിഷൻ. ആദ്യ സ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. ഇനി വിശപ്പ്, ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 111. 111 എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വിശപ്പ് എന്ന് പറയുമ്പോൾ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കുക. മെലിഞ്ഞ് തൊലിഞ്ഞിരിക്കുകയാണെങ്കിൽ 1, 1, 1 എന്ന് പറഞ്ഞ പോലെ ഒന്നിൻ്റെ പോലെ ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ 1, 1, 1 വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 1-ാം സ്ഥാനം ബെലാറസിനാണ്. 1-ാം സ്ഥാനം ബെലാറസിലാണ്. ഇനി ഹെയ്ലി പാസ്പോർട്ട് സൂചിക, ഹെയ്ലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ എത്രയാണ്? 2024 കൂടി ആയതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, 82ാമത്തെ പൊസിഷനാണ്. പാസ്പോർട്ടിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്? 82ാമത്തെ പൊസിഷനാണ്. ഓക്കെ. ഇനി സന്തോഷ സൂചിക, സന്തോഷ സൂചികം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇപ്പം കുറേ കാലങ്ങളായിട്ട് 1-ാം സ്ഥാനം നിലനിർത്തുന്നത് ഫിൻലാൻഡാണ്. ഫിന്ന് വെച്ച് കണക്ട് ചെയ്യുക, ഭയങ്കര ഫണ്ണായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഫിൻലാൻഡാണ് 1-ാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം 2024 ഇന്ത്യയുടെ സ്ഥാനം സന്തോഷ സൂചികയിലെ 126 ഇന്ത്യയുടെ സ്ഥാനം. ഇനി അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും നമ്മളെപ്പോഴും ഒരുമിച്ച് പറയുന്നതാണല്ലേ. അപ്പോൾ സന്തോഷമായാലും സമാധാനമായാലും 126ാമത്തെ പൊസിഷൻ തന്നെയാണ് ആലോചിക്കുക. ഇന്ത്യയുടെ പൊസിഷൻ സന്തോഷം, ഇന്ത്യയുടെ പൊസിഷൻ 126. സമാധാനം സൂചിക 2023 ഇന്ത്യയുടെ പൊസിഷൻ 126. ഓക്കെ. അപ്പോൾ സമാധാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്, ആദ്യം നിൽക്കുന്ന സംസ്ഥാനം ഐസ്ലൻഡാണ്. ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഐസൊക്കെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര സമാധാനമാണ്. അപ്പോൾ സന്തോഷം സമാധാനം അങ്ങോട്ട് മാറരുത്. സന്തോഷം ഫിൻലാൻഡ്, സമാധാനം ഐസ്ലൻഡാണ് 1-ാം സ്ഥാനത്ത് 2023 പ്രകാരം. ഇനി ആഗോള മാധ്യമ സ്വാതന്ത്ര്യം 2023 ഇന്ത്യയുടെ പൊസിഷൻ 159. കുറച്ച് പുറകിലോട്ടാണെന്ന് ആലോചിക്കുക. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ 159. 1-ാം സ്ഥാനം നേരെ വാ നേരെ പോലെയുള്ള രാജ്യങ്ങൾക്കാണ്. നേരെ മാധ്യമങ്ങളിലൂടെ നേരെ വഴിക്ക് പോകുന്ന നോർവേക്കാണ് 1-ാമത്തെ പൊസിഷനുള്ളത്. ഓക്കെ. ഇനി ലിംഗസമത്വ സൂചികയും ചോദിക്കാറുണ്ട്. 2023 അതും ഐസ്ലാൻഡാണ്. അപ്പോൾ ലിംഗസമത്വം എല്ലാം ഇങ്ങനെ ഐസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്ലോസ്ലി പാക്ക് ചെയ്തിരിക്കുകയാണ് ഒരു സംഭവമാണല്ലേ. അപ്പോൾ ഐസ്ലാൻഡാണ് 1-ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 127. ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127 ആലോചിച്ച് വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഏറ്റവും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തത് നോക്കാം. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകൾ ഗവേഷണം നടത്താൻ. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ തന്നെ അറിയാത്തവരാണെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എക്സ്പിയോസാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലോ ഇപ്പോൾ തന്നെ. സോ എക്സ്പിയോസാറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഫംഗ്ഷൻ ഇവിടെയുണ്ട്. എക്സ്റേ ഉദ്വമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താനാണ് 2024 ജാനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സ്പിയോസാറ്റ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളിലും 1/3 സ്ത്രീകൾക്കായിട്ട് നീക്കിവെച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. നാരീശക്തി 100 മുതൽ 106 വരെയുള്ള അമെൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 106ാം ഭേദഗതി നിയമം 2023 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ഇന്ത്യയുടെ സൂര്യനിലേക്ക് വിടുന്ന ഉപഗ്രഹമാണ് അല്ലേ ആദിത്യ L1. ഉപയോഗിക്കുന്ന റോക്കറ്റ് PSLV C-57 ആണ്. PSLV C-57 ആണ്. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏവ? അപ്പം നമുക്കറിയാം 370ാം ആർട്ടിക്കിളൊക്കെ എടുത്ത് കളയുന്നത് 2019 അപ്പോൾ ഇപ്പോഴും ആ ചോദ്യം വരാനുള്ള കാരണം 2023. അപ്പോൾ ഇതിനെതിരെ കേസ് കൊടുത്ത് സുപ്രീം കോടതിയിൽ കേസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു വിധി ശരിയാണ്, കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനം ശരിയാണെന്ന് സുപ്രീം കോടതി സമ്മതിക്കുന്നുണ്ട്, സുപ്രീം കോടതി ശരിവെക്കുന്നുണ്ട്. അത് 2023 ഡിസംബറിലാണ്. അതുകൊണ്ടാണ് ഈ ഇഷ്യൂ പിന്നെയും കറണ്ട് അഫെയറിൻ്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. നമുക്കറിയാം ലഡാക്കും കാശ്മീർ എന്ന് പറഞ്ഞ് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് 2019. അപ്പോൾ അത് ശരിയാണ്. രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്, അതും ശരിയാണ്.
സോ 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സോ 1, 2, 3 ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ ആണല്ലേ, അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. അപ്പോൾ ADGP മനോജ് കുമാർ IPS ആണെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇതിലെ 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റാണ്. ഇവിടെ ചോദ്യം 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. DGP അപ്പോയിൻമെൻറ്റ് പുതിയതായതുകൊണ്ട് ആ പേരും കൂടെ അറിഞ്ഞിരിക്കുക. ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് നിലവിലെ കേരളത്തിൻ്റെ DGP. ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. അടുത്തത് കൊറോണ വൈറസിൻ്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? കൊറോണ വൈറസിനെ കുറിച്ചിട്ട് ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 2024 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. B11529 എന്ന് പറയുന്നത് ഒമിക്രോണിനെ സൂചിപ്പിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ഒമിക്രോൺ ആണ്. അപ്പോൾ കൊറോണ വൈറസിന് വകഭേദങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിൽ എമേർജ് ചെയ്തേക്കുന്നതാണ് ഡെൽറ്റ വേർഷനും കാപ്പ വേർഷനും. ഓക്കെ, ഡെൽറ്റയും കാപ്പയും ഇന്ത്യയിലായതുകൊണ്ട് അതിൻ്റെ വേർഷൻ നമ്പർ ഒരുപോലെയാണ്. B16171 ആണ് കാപ്പയ്ക്ക് വരുന്നത്. B617.1 ആണ് കാപ്പയ്ക്ക് വരുന്നത്. ഡെൽറ്റ B.1.6172 ആണ്. ആദ്യം കാപ്പ പിന്നെ ഡെൽറ്റ. നമ്പറിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് ആണ് വേർഷൻ വരുന്നത്. ഇനി ഗാമ ആണെങ്കിൽ ബ്രസീലിലാണ് എമേർജ് ചെയ്തേക്കുന്നത്. ഏത് രാജ്യത്താണ്? ബ്രസീലാണ്. ഇന്ത്യയിൽ ഏതൊക്കെയാണ് കപ്പ കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കപ്പ വെച്ച് അങ്ങനെ കണക്ട് ചെയ്യുക. കപ്പയും ഡെൽറ്റയുമാണ്. ഗാമയാണെങ്കിൽ ബ്രസീൽ ഒക്ടോബർ 2020 എമേർജ് ചെയ്തേക്കുന്നത്. P1 എന്നുള്ളതാണ് പേര്. ഓക്കെ, ബീറ്റ ആണെങ്കിൽ B1351 എമേർജ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്കയിൽ മെയിലാണ് ബീറ്റ വേർഷൻ എമേർജ് ചെയ്തേക്കുന്നത്. ആൽഫ വേർഷൻ ആണെങ്കിൽ ബ്രിട്ടൻ സെപ്റ്റംബർ 2020 B.1.1.7 ആണ് ആൽഫ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന വിധത്തിൽ ഇപ്പോൾ കാപ്പയും ഡെൽറ്റയും നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയാണ്. അതിൻ്റെ നമ്പർ ആദ്യത്തെ കപ്പ 1, രണ്ടാമത്തെ ഡെൽറ്റ അങ്ങനെ കണക്ട് ചെയ്യുക. ഗാമ P.1, ബീറ്റ B.1.351, ആൽഫ B117. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് K. സച്ചിദാനന്ദനാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അശോകൻ ചെരുവിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നാരി ശക്തി വദൻ അധിനിയം ലോക്സഭ പാസ്സാക്കിയ ദിനം. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയത്, രാജ്യസഭ പാസ്സാക്കിയതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ സെപ്റ്റംബർ 20, 2023 സെപ്റ്റംബർ 20 ലോക്സഭ ബില്ല് പാസ്സാക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രാജ്യസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ 21, തൊട്ടടുത്ത ദിവസമാണ്. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത് സെപ്റ്റംബർ 28, 2023. സോ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പിന്നെയും ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടല്ലേ. സോ ഇതിൻ്റെ ഫുൾ നെയിം എന്താണ്? ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, വീണ്ടും പറയുന്നു, കാണാത്തവരെ കണ്ടു നോക്കാം. ഓക്കെ, ഇനി ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? അപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം നമ്മൾ പറഞ്ഞു ഫിൻലാൻഡ് ആണ് ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പൊസിഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ആയാലും 126ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, അപ്പോൾ സ്റ്റാർസ് പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും 6 സംസ്ഥാനങ്ങളാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് വരുന്നത്. കേരളം അടക്കമുള്ള 6 സംസ്ഥാനങ്ങളാണ് സ്റ്റാർസ് പ്രൊജക്റ്റിൽ വരുന്നത്.
അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഏത് മിഷന്റെ ലക്ഷ്യം? ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം, നാരീശക്തി വദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് നമ്മൾ പറഞ്ഞതാണ് 2023 സെപ്റ്റംബർ 28. ഇനി പുതിയ പാർലമെന്റിൽ ആദ്യം അവതരിപ്പിക്കുന്ന ബില്ല് കൂടിയാണല്ലേ ഇത്. ഇനി നിലവിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഓപ്ഷൻ ബി CISF എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഓപ്ഷൻ സി നവജീവൻ. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? അപ്പോൾ ഈ എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ GK പോർഷൻ ഡിസ്കസ് ചെയ്തതാണ്. LD ക്ലർക്ക് ലെവലിലുള്ള എക്സാമിനേഷൻ ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിന് അനുബന്ധ വസ്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും പറയുന്നത്. ഇവിടെ ചോദ്യം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമ തലത്തിൽ നടത്തുന്നതാണ്. ഇന്ത്യ ഗവൺമെൻറ് ഗ്രാമങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി എന്ന് പറയുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നഗരത്തിൽ നടത്തുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരാണ് അയ്യങ്കാളി. അതിൻ്റെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ A 22 രൂപ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം അറിയാം. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി 2023 ഓഗസ്റ്റ് മാസത്തിലാണ് 333 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നത്. 333 അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിൽ നിരക്ക് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 311 നിന്ന് 333 രൂപയാക്കി. അതുകൊണ്ടാണ് 22 രൂപയുടെ വ്യത്യാസം വന്നത്. ഇനി തൊഴിലുറപ്പ് പദ്ധതിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2024 മാർച്ചിൽ അതിൻ്റെ വേതനത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ എത്ര രൂപയാണ് കൂട്ടിയേക്കുന്നത്? 13 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കേരളത്തിൽ എത്ര രൂപയാണ്? കേരളത്തിൽ ഇപ്പോൾ 346 രൂപയാണ് കൂലി എന്ന് പറയുന്നത്. അയ്യങ്കാളി ആണെങ്കിൽ 333, മഹാത്മാഗാന്ധി ആണെങ്കിൽ 346, 13 രൂപ വർദ്ധിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്നത് ഹരിയാനയിലാണ്. അതും ചോദിക്കാറുണ്ട്. ഓക്കെ, ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വേതനം ലഭിക്കുന്നത്. 374 രൂപയാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്റ്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. തണ്ണീർത്തട, അപ്പോൾ ഓരോ ദിവസവും അതുമായിട്ട് ബന്ധപ്പെട്ട് 2024 പ്രമേയങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ലോകാരോഗ്യ ദിനം, വീണ്ടും അടുത്തൊരു ദിനത്തിൻ്റെ പ്രമേയം ചോദിക്കുകയാണ്. 2024 ലോകാരോഗ്യ ദിനം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 7 അല്ലേ? പ്രമേയം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ്. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡാണ് BS6 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടി അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിഡോഗ് റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് അമേരിക്ക ആണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 2024 ഗേലോ ഇന്ത്യൻ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? 2024 ഗേലോ ഇന്ത്യൻ വിന്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലിയാണ്. എന്താണ്? ഹിമപ്പുലിയാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് ജമ്മു കാശ്മീറും ലഡാക്കുമാണ്. ഓക്കെ, ജമ്മു കാശ്മീർ ലഡാക്കിലായിട്ടാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൻ്റെ വേദി. ഭാഗ്യചിഹ്നം ഹിമപ്പുലിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ, കുറേ കാലമായിട്ട് PSC ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ശ്രീ BS മാവോജിയാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, ആ ഡേൻ്റെ തീം എന്തൊക്കെയാണ്, നമുക്ക് ഒരുപാട് ദിനങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ എർത്ത് ഡേ, അതുപോലെ പരിസ്ഥിതി ദിനം, അങ്ങനെ ഒരുപാട് ദിനങ്ങൾ, അതിൻ്റെ തീമുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിലയേറെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അത് കമൻറ്റിൽ അറിയിക്കുക. കറണ്ട് അഫയേഴ്സ് തന്നെ ഏത് ടോപ്പിക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ 50,000 ഫാമിലി ആയിട്ട് ഒരു കുഞ്ഞു ചാനലായിട്ട് തുടങ്ങിയ ഒരു ചാനൽ 50,000 ആളുകളിലേക്ക് എത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്രയും നാളും കൂടെ നിന്ന ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി കൂടെ പറയുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.